ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ സമീപത്ത് വിളിച്ച് അവരിൽ നിന്ന് അപ്പോസ്തലന്മാരായി 12 പേരെ തിരഞ്ഞെടുക്കുന്ന രംഗം കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിന് ആരംഭ സമയത്ത് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നാണ് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു 12 നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഇവിടെ നാം കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നുവെന്നും എന്നാൽ കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിക്കുവാൻ പലർക്കും സാധിക്കാതെ ഇരുന്നതുകൊണ്ട് പലരും അവനെ വിട്ട് മാറിപ്പോയി എന്നുമാണ്. എന്നാൽ 12 അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആ 12 പേരെ താൻ അപ്പോസ്തലന്മാർ എന്നുള്ള നിലയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് കാണുവാൻ സാധിക്കും. അവരാണ് പിന്നീട് ശിഷ്യന്മാർ എന്നറിയപ്പെട്ടത്. ആ 12 പേരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ച് നാം ആരംഭത്തിൽ വായിച്ച വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു, അവർക്ക് അപ്പോസ്തലന്മാർ എന്നും പേർ വിളിച്ചു എന്നെഴുതിയിട്ടുണ്ട്. അങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്തതിന് ശേഷമായി 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു എന്നാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന് ശേഷമായി മലമേൽ നിന്ന് ഇറങ്ങി താഴേക്ക് വന്ന് സമഭൂമിയിൽ നിന്നു. ഇത് കുറിക്കൊള്ളേണ്ടുന്നതായ ഒരു കാര്യമാണ്. ഒരു നേതാവും ചെയ്യാത്തതായ ഒരു കാര്യമാണ്. സാധാരണയായി നേതാക്കന്മാർ അണികളെക്കാൾ ഉയർന്ന ഒരു സ്ഥാനത്ത് നിൽക്കുവാനായിട്ടാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ ഇവിടെ കർത്താവ് ചെയ്യുന്നത് എന്താണ്? താൻ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ സമഭാവനയിൽ താൻ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശിഷ്യന്മാരെ എല്ലാവരെയും താൻ ഒരുപോലെ സ്നേഹിക്കുന്നു. താൻ അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് സമഭൂമിയിൽ കർത്താവ് നിന്നു. ലോകപ്രകാരമുള്ള നേതാക്കന്മാരെ പോലെ തന്നെത്താൻ ഉയർത്തുവാനോ മറ്റുള്ളവരുടെ മുൻപാകെ തന്നെ ഉയർത്തി കാണിക്കുവാനോ കർത്താവ് ശ്രമിച്ചില്ല. സമഭൂമിയിൽ അവർ നിന്നു. ഒരേ തലത്തിൽ അവർ നിൽക്കുകയാണ്. അതിനുശേഷമായി താൻ അവരോട് സംഭാഷണം ചെയ്യുന്നത്, സംസാരിക്കുന്നത്, പ്രസംഗിക്കുന്നത് കാണുവാൻ സാധിക്കും. ആ സമയത്ത് ധാരാളം ആളുകൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ധാരാളം പേർ രോഗസൗഖ്യത്തിനായി വന്നിട്ടുള്ളവർ, അവൻ്റെ വായിൽ നിന്ന് വീഴുന്നതായ ദിവ്യ മൊഴികൾ കേൾക്കുവാനായി വന്നിട്ടുള്ളവർ, അങ്ങനെ ധാരാളം ആളുകൾ അവനോട് കൂടെ ഉണ്ടായിരുന്നു. 6-ാം അധ്യായം 17 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ അതെഴുതിയിട്ടുണ്ട്. അവൻ്റെ വചനം കേൾപ്പാൻ, രോഗശാന്തി ലഭിപ്പാൻ വന്ന ബഹുപുരുഷാരം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ധാരാളം ആളുകൾ അവനോട് കൂടെ ഉള്ളതായ ഈ സമയത്ത് താൻ ശിഷ്യന്മാരെ നോക്കി പ്രസംഗിക്കുന്നതായ ഒരു പ്രസംഗമാണ് 6-ാം അധ്യായം 20 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നത്. അവിടെ താൻ ആദ്യമായി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ,
ശിഷ്യന്മാരെ നോക്കിയിട്ട് അവരെ തൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു പ്രസംഗമാണ് ആദ്യമായി ചെയ്യുന്നത്. ഒരു പ്രസംഗത്തിൻ്റെ ആരംഭം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശ്രോതാക്കൾക്ക് അവർക്ക് സന്തോഷം വരത്തക്ക നിലയിലുള്ളതായ കാര്യങ്ങളാണ് അതിൻ്റെ ആരംഭ ഭാഗത്തിൽ സാധാരണയായി പ്രസംഗകർ ചെയ്യാറുള്ളത്. അവർക്കൊരു കർണരസം വരത്തക്ക നിലയിൽ, അവരെ സന്തോഷിപ്പിക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരു പ്രസംഗവും ആരംഭിക്കുമ്പോൾ ആദ്യമായി ശ്രോതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു പ്രസംഗം ആരും തുടങ്ങാറില്ല. അതുകൊണ്ട് സദസ്യർക്ക് സന്തോഷം വരത്തക്ക നിലയിൽ അവരെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ളതായ, അവരെ അഭിനന്ദിച്ചുകൊണ്ടുള്ളതായ വാക്കുകളാണ് പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ ചെയ്യാറുള്ളത്. ഇവിടെയും കർത്താവ് അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. 6-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. 21-ാമത്തെ വാക്യത്തിൽ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതേ വാക്യത്തിൽ തന്നെ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. 22-ാം വാക്യത്തിൽ ഭ്രഷ്ടരാക്കി നിങ്ങളെ നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്കെന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. 4 നിലകളിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. 4 കാര്യങ്ങളാണ് പ്രധാനമായും അവരോട് പറയുന്നത്. എന്തൊക്കെയാണത്? ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. 2-ാമത്തേത് വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. 3 കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. 4-ാമത്തേത് ഭ്രഷ്ടരാക്കിയ നിന്ദിക്കപ്പെട്ട നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് വളരെയധികം സന്തോഷമായി. അവർ കർത്താവിൻ്റെ അരികിലേക്ക് അല്പം കൂടെ ചേർന്ന് നിന്ന് കാണും. പ്രിയമുള്ളവരെ, ഈ 4 കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാണ്. നമ്മളുള്ള ബന്ധത്തിൽ അന്വർത്ഥമായ കാര്യങ്ങളാണ്. ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ശിഷ്യന്മാർ ഏറ്റവും ദരിദ്രരായിരുന്നു. അവർ സമൂഹത്തിലെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളായിരുന്നു എന്നുള്ളത് നിസ്തർക്കമായൊരു വസ്തുതയാണ്. അവരോട് പറയാം, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മറ്റൊന്ന്, വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വാഭാവികമായും അത് സംഭവിക്കുവാൻ സാധ്യതയുള്ളതാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിശപ്പെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അവർ വിശക്കുന്നവരാണ്, അവർ ഭാഗ്യവാന്മാരാണ്. 3-ാമത്, കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ഓർത്ത് കരയുന്ന ആളുകൾ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് പറയുന്നു. 4-ാമത്, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്നവർ, ഭ്രഷ്ടരാക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ്. ഈ 4 അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പലപ്പോഴെങ്കിലും നാം അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലരുടെ ജീവിതത്തിൽ നിരന്തരമായി അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ അവർ ഭാഗ്യവാന്മാരാണ്. ശിഷ്യന്മാർക്കത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. അവർ കർത്താവിൻ്റെ അരികിലേക്ക് അല്പം കൂടെ ചേർന്ന് നിന്ന് കാണും. അങ്ങനെ കർത്താവ് തന്നെ പ്രസംഗത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. ശിഷ്യന്മാർ കർത്താവിൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ വസ്തുത 24-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് പറയുകയാണ്, സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. 25-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ തൃപ്തന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അതേ വാക്യത്തിൽ തന്നെ ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. 26-ാമത്തെ വാക്യത്തിൽ സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഈ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങളുടെയും ഒരു പൂരകമെന്നുള്ള നിലയിൽ അടുത്ത 4 കാര്യങ്ങൾ കർത്താവ് പറയുകയാണ്. നിങ്ങൾ സമ്പന്നന്മാരാണ്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ തൃപ്തന്മാരെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇപ്പോൾ നിങ്ങൾ ചിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ആളുകൾ നിങ്ങളെ പുകഴ്ത്തി പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഈ 4 കാര്യങ്ങളും വളരെയധികം ശ്രദ്ധേയമാണ്. നാം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഈ 4 കാര്യങ്ങളും ഈ കാലത്തിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് അന്വർത്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നാം ഈ നിലകളിൽ കൂടെ തന്നെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് കർത്താവ് പറയുന്നത്? നിങ്ങൾ സമ്പന്നന്മാരാണ്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും നാം കഠിനാധ്വാനം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് നാം അധ്വാനിക്കുന്നത്? സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, സമ്പന്നരാകുന്നതിന് വേണ്ടി മനുഷ്യരൊക്കെ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ കർത്താവ് പറയുകയാണ്, തൃപ്തന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നമ്മളൊക്കെ തൃപ്തന്മാരാകുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന് നാം പലപ്പോഴും വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെതായ ആവശ്യങ്ങളുടെ മുഖത്ത് നാം അധ്വാനിക്കുകയും പണം കണ്ടെത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം നാം പറയുകയാണ്, ഇങ്ങനെ മതി,
കർത്താവിന് വേണ്ടി കൂടുതലൊന്നും ചെയ്യാൻ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലാത്തൊരു സമൂഹത്തിലേക്ക് നാം മാറിപ്പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം തൃപ്തന്മാരാണെന്ന് നാം വിചാരിക്കുന്നു. നമ്മുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്, ധാരാളം പണമുണ്ട്. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുവാൻ നമുക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ ദൈവകാര്യത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എങ്കിലും നാം വിചാരിക്കുകയാണ് നാം തൃപ്തന്മാരാണ്. നമുക്ക് അയ്യോ കഷ്ടം എന്ന് കർത്താവ് പറയുകയാണ്. മൂന്നാമതായി കർത്താവ് പറയുകയാണ്, ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അത് നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ആത്മീയമായ അർത്ഥത്തിൽ നോക്കുമ്പോൾ അവിടെ സന്തോഷിക്കുവാനും ചിരിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല. കേവലം ഭൗമികമായ കാര്യങ്ങളുടെ മുൻപാകെ നാം സന്തോഷിച്ച് ആർത്തുല്ലസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പോലും ചിരിച്ചതായി അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പല ചിത്രകാരന്മാരും യേശു ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായ പടങ്ങളൊക്കെ വരച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് ചിരിച്ചു എന്നുള്ളതിന് യാതൊരു തെളിവും തിരുവെഴുത്തിലില്ല. എന്നാൽ കർത്താവ് കരഞ്ഞു എന്നെഴുതിയിട്ടുണ്ട്. അനേക സന്ദർഭങ്ങളിൽ കർത്താവ് കരഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം ചിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് ദൈവവചനം പറയുകയാണ്. നാലാമതായി പറയുന്നു, അനേകർ നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. പലപ്പോഴും ലോകത്തിൻ്റെ കയ്യടി വാങ്ങുവാനായി നാം ആഗ്രഹിക്കുന്നു. അനേകരുടെ മുൻപാകെ പുകഴ്ത്തപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നു. അനേകരുടെ മുൻപാകെ നേതാക്കന്മാരാകുവാൻ നാം ആഗ്രഹിക്കുന്നു. പക്ഷേ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നാം നമ്മെ തന്നെ ശോധന ചെയ്യുവാനായിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള ചില പ്രമാണങ്ങളാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ഇന്ന് രാവിലെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഈ 4 നിലകളിൽ ഏതാണ് നമ്മെ സംബന്ധിച്ച് അന്വർത്ഥമായിട്ടുള്ളത്? നാം കർത്താവിൽ നിന്ന് അകന്നു പോയിരിക്കുന്നുവോ? കർത്താവിൻ്റെ വചനങ്ങളെ മുറുകെ പിടിക്കുന്നവരായി തീർന്നിരിക്കുന്നുവോ? ഇന്നത്തെ ദിവസം കർത്താവ് നമുക്ക് അനുഗ്രഹമാകട്ടെ. നാം ഭാഗ്യവാന്മാർ എന്നുള്ള പട്ടികയിൽ നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ഭാഗ്യവാന്മാർ എന്നുള്ള നിലയിൽ നിന്നും അയ്യോ കഷ്ടം എന്നുള്ളതായ നിലയിലേക്ക് താണുപോകുന്നതായി ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. പലപ്പോഴും കർത്താവെ, ഭൗതികമായ കാര്യങ്ങളുടെ പിന്നാലെ ഞങ്ങൾ പോകുന്നതായി ഞങ്ങൾ കാണുകയാണ്. ദൈവനാമത്തെക്കാൾ ഉപരിയായി പലപ്പോഴും ഞങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നവരായി തീരുന്നല്ലോ കർത്താവെ. ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാനും ദൈവസനിലേക്ക് മടങ്ങി വരുവാനും കർത്താവെ, അവിടുത്തെ വാക്കുകൾക്ക് അനുസരണമായി ജീവിപ്പാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവർ എന്നുള്ളതായ നിലയിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാക്കി തരണമേ. ഞങ്ങളുടെ വഴിയാത്രകളിൽ അവിടുന്ന് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.